നമ്മുടെ ചോദ്യം ഇതാണ്. അപ്പോൾ ചോദ്യം 2/5, 1/5, 3/5, 4/5 ഇവയിൽ വലുതേത്? അപ്പോൾ ഇത് കാണുമ്പോഴേ നിങ്ങൾ പറയും അയ്യോ ഇത് സിമ്പിളല്ലേ. അപ്പം ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് വലുതേത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ എല്ലാം ഛേദം എന്താണ്? തുല്യമല്ലേ? ഇവിടെ എല്ലാം 5 ആണല്ലേ. അപ്പം ഒരേ ഛേദമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഒരേ ഛേദമാണെങ്കിൽ അംശം വലുതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വലിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അംശം എന്തായിരിക്കും? വലുതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ അംശം 4. അപ്പോൾ ഇവിടുത്തെ വലിയ സംഖ്യ ഏതാണ്? 4/5 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 4/5 ആണ്. ഓക്കെ ആണേ. അപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അംശം വലുത് ഏതാണോ അതായിരിക്കും എന്തെന്ന് പറയുന്നത്? വലിയ സംഖ്യ. ഇനി ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ അംശം ഏതാണോ ചെറുത് അതായിരിക്കും ചെറിയ സംഖ്യ. ഓക്കെ ആണേ. അപ്പം അംശം വലുതുള്ളതായിരിക്കും വലിയ സംഖ്യ, അംശം ചെറുതുള്ളതായിരിക്കും ചെറിയ സംഖ്യ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? വലുത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വലുത് ഏതാണ്? 4/5 ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ.